ലോകത്ത് 3 തരത്തിലുള്ള രാഷ്ട്രങ്ങളുണ്ടല്ലോ. തീർച്ചയായിട്ടും. വികസ്വര രാജ്യങ്ങളുണ്ട്, വികസന രാഷ്ട്രങ്ങളുണ്ട്, വികസിത രാഷ്ട്രങ്ങളുണ്ട്. അതെ. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഇതിൽ വികസിത രാഷ്ട്രങ്ങളിലേക്കുള്ള ഒരുക്കത്തിൽ ഏറ്റവും പ്രധാനമാണ് തങ്ങളുടെ പ്രതിരോധ ശക്തി മികവുറ്റതാക്കുക, അതേപോലെ തന്നെ ആണവശക്തിയാവുക എന്നുള്ളതൊക്കെ. ഇപ്പോൾ നമ്മൾ സാധാരണ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും അങ്ങനെയുള്ള ചില ബോംബ് സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് യുദ്ധസമാനമായ സാഹചര്യങ്ങളെന്നൊക്കെ. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഈ ഇറാനും ഇസ്രായേലും അതിൽ അമേരിക്ക പങ്കുചേർന്നുകൊണ്ട് GCC രാഷ്ട്രങ്ങളടക്കം ആക്രമിക്കുന്നതൊക്കെ പറയുമ്പോൾ അതൊരു യുദ്ധസമാനമായ സാഹചര്യമല്ല, പുതിയൊരു യുദ്ധം തന്നെ നമ്മളൊക്കെ ചരിത്രത്തിലേക്ക് ഇങ്ങനെ പുതിയതായിട്ട് കടന്നു വരികയാണ്. യഥാർത്ഥത്തിൽ ലോകത്തെ ആകമാനം ഭീതിയിലായെത്തുന്ന ഒരവസ്ഥ വിശേഷം കൂടെ ഉണ്ടല്ലോ. പ്രധാനമായിട്ടും ഈ സയൻസ് എന്ന് പറയുന്നത് തന്നെ, അതിലിപ്പോൾ ഈ എനർജിയുടെ ഐൻസ്റ്റീൻ്റെ ഫോർമുലയൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിൻ്റെ ലക്ഷ്യത്തിലൊന്ന് പിന്നെ ലോകത്ത് ക്രിയാത്മകമായ പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിക്കാനാണ് ഇതിൽ ആഗ്രഹമെന്ന്. എന്നാൽ ഡിസ്ട്രക്റ്റീവായ കാര്യങ്ങളാണ് സംഭവിച്ചത് എന്നുള്ളതിൽ അതിലൊരു വിഷമവും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴും പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഇസ്രായേൽ അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് ഇറാൻ ആക്രമിച്ചതിന് ശേഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണങ്ങളും സ്ഫോടനങ്ങളും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇറാൻ തന്നെ GCC രാഷ്ട്രങ്ങൾ ആക്രമിക്കുന്നത് കാണുന്ന സമയത്ത് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തങ്ങളുടെ കയ്യിലുള്ള ആണവശക്തിയെ അല്ലെങ്കിൽ എല്ലാവിധ ശക്തികളെയും, അത് വ്യോമസേനയാവട്ടെ നാവികസേനയാവട്ടെ, തങ്ങളുടെ എല്ലാത്തരം ഫോഴ്സിനെയും ഉപയോഗിച്ചിട്ടാണ് പരസ്പരം ആക്രമിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു ഫിസിക്സ് അല്ലേ, പ്രധാനമായിട്ടും ആണവ ഒരു സ്ഫോടനത്തിലേക്കോ അല്ലെങ്കിൽ അത്തരം ഒരു ഘട്ടത്തിലേക്ക് ഇത് കടക്കുകയാണെങ്കിൽ ലോകത്തുണ്ടാകുന്ന ഒരു മാറ്റങ്ങൾ, സംഭവ വികാസങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് ചർച്ച എന്ന് തോന്നുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ ഈ യുദ്ധത്തിൻ്റെ ഭീകരത ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച്, സമയം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഓരോരുത്തരും അവരുടെ ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെ അമേരിക്ക ലാസ്റ്റ് പറഞ്ഞത് കുറച്ചുകൂടിയും അതിതീവ്രതയുള്ള, ഇറാനും അതുപോലെ പറയുന്നു, അതിതീവ്രതയുള്ള സ്ഫോടനങ്ങൾ ഞങ്ങൾ നടത്തുമെന്നാണ് പറയുന്നത്. മറ്റു രാജ്യങ്ങൾ അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ ചില അഭിപ്രായങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ അതും അതിഭീകരതയുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, അന്ന് നമ്മൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും നമുക്ക് സംഭവിച്ച അതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ നമുക്ക് തുടങ്ങാൻ തോന്നുന്നുണ്ട്. അന്നത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ആ ഒരു ആറ്റം ബോംബ് വർഷിച്ച ശേഷം കോൺക്രീറ്റ് ഭിത്തികളിൽ പോലും മനുഷ്യൻ്റെ നിഴലുകൾ രേഖപ്പെട്ടുപോയി എന്നുള്ള ഒരു കാര്യം ചരിത്ര രേഖകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഐൻസ്റ്റീൻ്റെ നിങ്ങൾ പറഞ്ഞല്ലോ, ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ E=mc² എന്ന ഐൻസ്റ്റീൻ ഇക്വേഷൻ പ്രകാരം നമ്മൾ 1 കിലോ മാസുള്ള ഒരു വസ്തുവിൻ്റെ ഊർജ്ജം എത്രയെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. മാസ് 1 കിലോ ആണെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, പ്രകാശത്തിൻ്റെ വേഗത എന്നാണ് ഫിസിക്സിൽ പറയാം. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അത് അത്രയും വളരെ ഫാസ്റ്റായിട്ടാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഗുണിക്കുമ്പം 9 × 10⁻16 ജൂളാണ് 1 കിലോ മാസിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മാസ് കൂടുന്നതിനനുസരിച്ച് ഊർജ്ജത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അന്ന് ന്യൂക്ലിയർ ഫിഷൻ എന്ന ഒരു പ്രതിഭാസമാണ് അവിടെ ആക്ട് ചെയ്തത്. ഫിഷനാവട്ടെ ഫ്യൂഷനാവട്ടെ ശാസ്ത്രജ്ഞന്മാർ നല്ലതിന് വേണ്ടിയാണ് കണ്ടെത്തിയത്. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ അത് മറ്റു പല രീതികൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുമ്പം ഇങ്ങനെയാണ് പറയുന്നത്, ഗ്രേറ്റർ അറ്റോമിക് ന്യൂക്ലിയൈ ആർ സ്പ്ലിറ്റ് ഇൻ ടു ലൈറ്റർ ന്യൂക്ലിയൈ ബൈ യൂസിങ് ന്യൂട്രോൺ എന്നാണ് സിമ്പിളായിട്ട് ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു ഡെഫിനിഷൻ. എന്ന് വെച്ചാൽ ഒരു ആറ്റോമിക തന്മാത്ര കൂടിയ വസ്തുവിനെ ചെറിയൊരു തന്മാത്ര കൊണ്ട് ഇടിപ്പിച്ച് അതിലെ എനർജി മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ആണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എക്സാമ്പിളാണ് നമ്മളിപ്പം ആറ്റം ബോംബ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. എന്നാൽ ഞാൻ കാണുന്ന അതിഭീകരത ഇനി ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നൊരു പ്രോസസ്സ് കൂടിയുണ്ട്. അതിന് നമ്മൾ പ്രധാനമായും ഹൈഡ്രജൻ ബോംബ് വെച്ചിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ആ ഹൈഡ്രജൻ ബോംബ് എങ്ങാനും വർഷിച്ചാൽ അത് ഇങ്ങനെയല്ല,
അത് നേരെ ഓപ്പോസിറ്റാണ്. ലൈറ്റർ ന്യൂക്ലിയൈ ആർ കമ്പൈൻഡ് ടു ഫോം എ ഗ്രേറ്റർ അറ്റോമിക് ന്യൂക്ലിയൈ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് അവിടെ നേരെ തിരിഞ്ഞാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ചെറിയ ചെറിയ തന്മാത്രകൾ കൂടിച്ചേർന്ന് വലിയ തന്മാത്രകൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം മാത്രമല്ല, ഓരോ കോമ്പിനേഷനിലും കൂടിച്ചേരലുകളിലും എനർജി ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും, ഊർജ്ജങ്ങൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു കോൺസെപ്റ്റ് ശരിക്കും അവിടെ നടക്കുന്നുണ്ട്. സണ്ണ്, അതുപോലെ സ്റ്റാർ, നക്ഷത്രങ്ങളിൽ, സണ്ണുകളിൽ, സൂര്യനിൽ കൃത്യമായിട്ട് നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രതിഭാസമാണ്. അവിടെ ഹൈഡ്രജനും ക്ലബ്ബ് ചെയ്ത് ഹീലിയം ഉണ്ടാകുന്ന, പ്ലസ് ഓരോ ക്ലബിങ്ങിലും പ്ലസ് മോർ എനർജി ഉണ്ടാകുന്ന ഒരു കോൺസെപ്റ്റാണ് ശരിക്ക് സൂര്യനിൽ നടക്കുന്നത്. അതേ രൂപത്തിലുള്ള ഒരു ഹൈഡ്രജൻ ബോംബിനെയാണ് എല്ലാവരും മെയ്ഡപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ നമ്മളിപ്പോൾ ഈ സാധാരണ പഠിക്കുന്ന സമയത്ത് ഫിഷനും ഫ്യൂഷനും ഇങ്ങനെ നമ്മളിങ്ങനെ ഡിഫറൻഷിയേഷനും ഇൻറ്റഗ്രേഷനും അതിനെ റിലേറ്റ് ചെയ്ത് പറയാറുണ്ട്. ഡിഫറൻഷിയേഷൻ ഇങ്ങനെ സ്പ്ലിറ്റിംഗ് ആണ്, ഇൻറ്റഗ്രേഷൻ ക്ലബിംഗ് ആണ്, കമ്പൈനിങ് ആണെന്നൊക്കെ പറയാറുണ്ട്. ലോകത്ത് ഇനിയിപ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് ഈ യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിലും അതല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയപ്പെട്ട് നിൽക്കുന്നത് ഒറ്റ ശക്തിയിലാണ്, അണുബോംബ് എപ്പോൾ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ പല ഘട്ടത്തിലും ഇത് പ്രയോഗിച്ചാലോ, ഇപ്പോൾ ഇറാൻ തന്നെ അല്ലെങ്കിൽ ഇറാനെ അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് ആക്രമിക്കുന്നതിൻ്റെ കാരണം ഇപ്പോഴും കൃത്യമല്ല. അവരൊക്കെ പറഞ്ഞിരുന്നത് ഇറാൻ ഭാവിയിൽ ഞങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്, ഇറാൻ്റെ അടുത്ത് വലിയ മാരക വിപത്തുണ്ടാക്കുന്ന ആയുധങ്ങളുണ്ട്, ലോകത്തെ വലിയ ശക്തിയാവാൻ കൽപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സിമ്പിൾ കാരണത്താലാണ് ഇസ്രായേൽ വളരെ സിമ്പിളായിട്ട് പിന്നെ ഇറാൻ ആക്രമിക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു ശക്തിയായിട്ട് തന്നെ രാജ്യങ്ങൾ കാണുകയാണ്. ഈ അണുബോംബിൻ്റെ ഒരു തീവ്രത നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഹൈഡ്രജൻ എന്നുള്ളത് ലോകത്ത് തന്നെ ഏറ്റവും നല്ല ശക്തിയുള്ള നമ്മുടെ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജൻ്റെ ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ. അതെ. ഇതിൽ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മൾ ഈ ബോംബ് പൊട്ടുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ തീവ്രത അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിൽ ബോംബ് വർഷിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവിടെയുള്ള സകലമാന വസ്തുക്കൾ, ആ ബിൽഡിങ്ങുകളും മനുഷ്യന്മാരടക്കം നാമടക്കമുള്ള ആളുകൾ കത്തിച്ചാമ്പലാകും. നിമിഷ നേരം കൊണ്ട് എല്ലാം അവസാനിക്കും. അങ്ങനെയുള്ള അതിഭീകരമായ ഒരു കാര്യമാണ് ഈ ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഈ വീണ്ടും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അത് അങ്ങനെ ഉള്ള രാജ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായ കണക്ക് നമുക്ക് ഇല്ല എങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ കയ്യിലൊക്കെ അത് തീർച്ചയായിട്ടും ഉണ്ടാവും. പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട്, ഇന്ത്യയുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ ഒരു പ്രയോഗം തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ. അതെ. ഞാൻ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുട്ടിയോട് പറയാറുണ്ട്, ഇപ്പോൾ ഇത് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് നമ്മളിത് വർഷിക്കുമ്പോൾ ആ രാജ്യം കത്തുന്നു എന്ന് മാത്രമല്ല, തൊട്ടടുത്തുള്ള രാജ്യം, ഇട്ട രാജ്യം വരെ കത്താൻ സാധ്യതയുണ്ട്. അത് അത്രയും ഭീകരം. അതിൻ്റെ അളവ് ഇപ്പോഴും ആർക്കും മനസ്സിലായില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും അത് ആ ബോംബ് വർഷിച്ച ശേഷമാണ് ഇതിൻ്റെ ഭീകരത എത്രയാണ് എന്ന് മനസ്സിലായത്. മനുഷ്യനൊന്ന് രക്ഷപ്പെടാൻ ചിന്തിക്കാൻ പോലുമുള്ള ഒരു സെക്കൻഡ് അത് നൽകിയിട്ടില്ല. അത് വീണ്ടും മറന്നു പോകുന്ന മനുഷ്യൻ എന്നുള്ളതാണ്. നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴും അതിന് നല്ലൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ആവട്ടെ എന്നുള്ളതാണ്. അന്നത്തെ ആ നിമിഷം നമ്മളൊന്നും കണ്ടിട്ടില്ലെങ്കിലും ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തി വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ വരിയുണ്ടല്ലോ, നിഴലുകൾ പോലും ഭിത്തിയിൽ പതിഞ്ഞു എന്ന് പറയുമ്പോൾ എത്ര ഭീകരമാണ് എന്നുള്ളത് നാം ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ലോകത്ത് അങ്ങനെ ഒരു പ്രതിഭാസം ഹിരോഷിമയിലും നാഗസാക്കിയിലും സംഭവിച്ചൊരു കാര്യം ഇനി നേരത്തെ പറഞ്ഞ പോലെ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. ചുരുക്കത്തിൽ ഇങ്ങനെ ഫിഷനും ഫ്യൂഷനൊക്കെ സംഭവിച്ചുകൊണ്ട് ഇങ്ങനൊരു ആണവസ്ഫോടനം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങളായിരിക്കും വേറെ നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത്? സത്യത്തിൽ ഈയൊരു ബോംബ് വർഷിച്ചാൽ അല്ലെങ്കിൽ ആണവായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന മാരകമായ പുകകൾ, കാർബൺ, അത് നേരെ പോയിട്ട് സ്ട്രാറ്റോസ്ഫിയറിൽ എത്തിച്ചേരും. സ്ട്രാറ്റോസ്ഫിയറിൽ എത്തിക്കഴിഞ്ഞാൽ ആ പുക മഴയുടെ കൂടെ വരിക എന്നുള്ള പ്രതിഭാസത്തിന് പോലും ഒരു സാധ്യതയില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ആ പുക അവിടെ നിറഞ്ഞു കവിഞ്ഞ് വർഷങ്ങളോളം അവിടെ നിൽക്കുന്നാണ് പറയുന്നത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്തും, ആഗോള താപനത്തിനത് വഴിവെക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഈ നമ്മുടെ അന്തരീക്ഷത്തിൽ, നമ്മുടെ ഭൂമിയിൽ താപനില വളരെ കുറയുകയും അത് ഗണ്യമായി കൃഷിയെ വരെ ബാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു ഒറ്റ ബോംബിങ്ങിൽ മനുഷ്യനെ തീർക്കുക എന്ന ആശയം മാത്രമല്ല, അല്ലെങ്കിൽ അവരുടെ സ്വത്ത് നശിപ്പിക്കുക എന്ന് മാത്രമല്ല,
ഭാവി തന്നെ ഇല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പറയേണ്ടി വരും. അത്രയും ഭീകരമായ ഒരു സംഭവവികാസമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷൻ ഫിസിക്സ് കോൺസെപ്റ്റ് പ്രകാരം അത് പഠിക്കാനുള്ളതും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാനുള്ളതാണ്. അത് പ്രയോഗിക്കരുത്. അത് ആവശ്യമുള്ള സ്ഥലത്ത് പ്രയോഗിക്കാം, ആവശ്യമുള്ള ഒരുപാട് സ്ഥലങ്ങൾ, അത് മറ്റൊരു സെഷനിൽ നമുക്ക് പറയാൻ തോന്നുന്നുണ്ട്. പക്ഷേ അതല്ലാത്ത അതിഭീകരമായ രൂപത്തിലുള്ള ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ്. കാരണം മനുഷ്യരാശി അതിഭീകരമായി ഇപ്പം നമ്മൾ ഓൾറെഡി കണ്ടുവച്ച ഒന്നാം ലോക മഹായുദ്ധത്തിലൊക്കെ കണ്ടുവച്ച ആ ഒരു സംഭവവികാസം പോലും അല്ല ഇപ്പോൾ രാജ്യത്തിൻ്റെ കയ്യിലുള്ളത്. ഇപ്പോൾ തന്നെ അവസാനം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മിസൈലുകളുടെയും ഒക്കെ വേഗതയും ശക്തിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് എവിടെ എത്തിച്ചേരും എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ മനുഷ്യകുലത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ എക്സിസ്റ്റൻസാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സയൻസ് എത്ര മുന്നോട്ട് പോയി എന്ന് പറയുമ്പോഴാണെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നതാണെങ്കിലും അതൊക്കെ കൺസ്ട്രക്റ്റീവായിട്ട് ഈ സമൂഹത്തിന് ലോകത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലാണല്ലോ എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും താല്പര്യം. എന്നാൽ ഡിസ്ട്രക്റ്റീവായിട്ട് ഇങ്ങനെ മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും നെഗറ്റീവായ കാര്യം. അതിൽ നിന്ന് നമ്മൾ രാജ്യങ്ങളൊക്കെ പിന്മാറട്ടെ നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. പ്രത്യാശിക്കാം. ഓക്കെ.